ഞാൻ ഇന്ന് ഇച്ചിരി ഒരു 10 മിനിറ്റ് നേരത്തെ ഇങ്ങ് വന്നു കേട്ടോ. വന്നതെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഒരു ചേച്ചി മോൻ്റെ കല്യാണത്തിന് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കല്യാണം 3 മണിക്കായിരുന്നു, ഉച്ചയ്ക്ക് 3 മണിക്കും 4 മണിക്കും ഇടയ്ക്കായിരുന്നു കല്യാണം. അപ്പോൾ 4 മണി തൊട്ട് കല്യാണത്തിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ മോനുകുട്ടനെ വിളിക്കാൻ വന്നതാണ്. മോനുകുട്ടൻ ട്യൂഷന് പോയേക്കുന്നേ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ അവിടെ വരെ പോയേച്ചും വരാം. അതുകൊണ്ട് വരുന്ന വഴിക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറുക, സാധനങ്ങൾ മേടിക്കുക ഒന്നും ചെയ്തില്ല, നേരെ ഇങ്ങ് പോരുന്നേ. അപ്പോൾ ഞാനും മോനുകുട്ടനോട് അങ്ങോട്ട് പോകും. കൊച്ചോൾ അവിടുന്ന് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൊച്ചോളും കൂടി വരുന്നുണ്ട്. പിന്നെ ഇന്ന് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ഒരാളെ കണ്ടു, അമ്മക്കളിയല്ലേ എന്നൊക്കെ ചോദിച്ച് മിണ്ടിയിട്ട് പോയി. എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം നിറയെ സ്നേഹം. എങ്ങോട്ട് ചെന്നാലും ഏതെങ്കിലും ഒരാളെങ്കിലും വന്ന് സ്നേഹത്തോടെ മിണ്ടാനുള്ളത് വലിയ സന്തോഷമാണ്. അപ്പം ഞങ്ങൾ പോയി കല്യാണ ഫംഗ്ഷനിൽ പങ്കെടുത്തേച്ചും വരാം. പിന്നെ ഇന്ന് നമ്മുടെ ഇവിടുത്തെ കത്തോലിക്ക പള്ളിയിലെ റാസയാണ്. അപ്പോൾ അതിന് മുമ്പേ റാസ കാണാൻ പറ്റുമെങ്കിൽ കാണണം എന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് തിരിച്ചു വരണം. അപ്പം പോയി ഫംഗ്ഷനൊക്കെ പങ്കെടുത്തേച്ചും വരും. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാണാം കേട്ടോ. മോനുകുട്ടൻ വന്ന് ഒരുങ്ങി സുന്ദരനായിരിക്കുകയാണ്. ഞങ്ങൾ പോയേച്ചും വരാം പ്രിയങ്ങളെ. ഞാൻ ആദ്യമായിട്ട് ഞാനൊരു 1 സൈഡ് ഷോളൊക്കെ ഇട്ടാണ് ഇന്ന് ഒരുങ്ങിയേക്കുന്നത്. കാണിക്കാതെ നമ്മുടെ ആദരക്കുട്ടി തന്ന ചുരിദാറൊക്കെ ഇട്ട് വളയും കമ്മലും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ 1 സൈഡ് ഷോൾ അങ്ങനെ ഇടാറില്ല കേട്ടോ. പക്ഷെ ഈ ഷോള് അങ്ങനെ ഇടേണ്ടതാന്നൊക്കെ പറഞ്ഞ് അന്ന് ഞാൻ അല്ലാതെ ഇട്ടപ്പോൾ എല്ലാവരും വഴക്ക് പറഞ്ഞ് അതിൻ്റെ ഭംഗി കളഞ്ഞെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇങ്ങനെയൊക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നത്. എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു സെഫ്റ്റി പിന്നും കൂടെ എടുത്തിട്ടുണ്ട്. പോയേച്ച് വരാം കേട്ടോ. കേട്ടോ, ഇറങ്ങാം. അപ്പോൾ ഞാനും മോനുകുട്ടനോട് അമ്മയുടെ അടുക്ക വന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ രണ്ടുപേരോട് ഇങ്ങോട്ട് ഇറങ്ങി. ഇവിടെ എല്ലാം റാസ വരുന്നതിന് അലങ്കരിച്ചിട്ടേക്കും കേട്ടോ. ഈ അതിമനോഹരമായ പള്ളിയുടെ ഓഡിറ്റോറിയത്തിലാണ് കല്യാണത്തിൻ്റെ ഫംഗ്ഷൻ. നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചിയെ കണ്ടുപിടിച്ചു. ചേച്ചി കുറേ നേരം ഞങ്ങളോട് മിണ്ടിയും പറഞ്ഞൊക്കെ നിന്ന് അതിൻ്റെ ഇടയ്ക്ക് എന്നെ പഠിപ്പിച്ച എൻ്റെ സാറിനെ കണ്ടു. മാത്യു സാറ്. ഇപ്പോൾ സാറ് പ്രിൻസിപ്പലാണ്. എന്നെ +2-ന് മലയാളം പഠിപ്പിച്ച അധ്യാപകനാണ്. സാറ് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്. കാരണം എൻ്റെ എഴുത്തുകളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചതും അന്നത്തെ ആദ്യത്തെ സ്കൂൾ മാഗസിനകത്ത് എൻ്റെ കഥയും കവിതയും ഒക്കെ വന്നതും അതിൽ സ്റ്റുഡൻ്റ് എഡിറ്റർ എന്നുള്ള ലേബലിൽ എൻ്റെ ഫോട്ടോ വന്നതും എല്ലാം സാറിൻ്റെ ഒരു പ്രോത്സാഹനം കൊണ്ടാണ്. സാറിനോടുള്ള ഇഷ്ടം കൊണ്ട് എനിക്ക് മലയാളത്തിന് ഫുൾ മാർക്കായിരുന്നു. അത്രയും തിരക്കിനിടയിലും ചേച്ചി ഞങ്ങളോട് കുറേ നേരം മിണ്ടിയും പറഞ്ഞൊക്കെ നിന്നു. മോനുകുട്ടനെയും വിളിച്ച് ഒത്തിരി സംസാരിച്ചൊക്കെ നിന്നിട്ട് ചേച്ചി അങ്ങോട്ട് പോയി. സാറിനെ കണ്ടതും വലിയ സന്തോഷമായിരുന്നു ഇന്നത്തെ. പിന്നെ ഞങ്ങൾ വന്ന് ഫുഡൊക്കെ കഴിച്ചു. അവിടെ പൊറോട്ടയും ബീഫും മട്ടൻ ബിരിയാണിയും പാലപ്പവും ചിക്കൻ സ്റ്റൂ മസാല ദോശയൊക്കെ ആയിരുന്നു. എനിക്ക് പാലപ്പം കണ്ടാൽ പിന്നെ വേറെ ഒന്നും കണ്ണ് കാണത്തില്ല. അതുകൊണ്ട് ഞാൻ പാലപ്പവും ചിക്കൻ കറിയും വാങ്ങിച്ചു കേട്ടോ. പിന്നെ അവർ മട്ടൻ ബിരിയാണി കഴിച്ചിട്ട് സൂപ്പറാന്നൊക്കെ പറഞ്ഞു. ഞാൻ അതും ടേസ്റ്റ് ചെയ്തതൊക്കെ നോക്കി. പിന്നെ പോയൊരു ഫ്രൂട്ട് സാലഡൊക്കെ കഴിച്ചു. പിന്നെ അവിടെ കണ്ട ഡെക്കറേഷൻസൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ദേ പച്ചമുളകും ഫ്രൂട്ട്സും ഒക്കെ കൊണ്ട് അവരൊരു ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു. പൂവൻകോഴിയുടെയും പിന്നെ തത്തമ്മയും കിളി ഏതാണ്ടൊക്കെ ഉണ്ട്, മുയൽ, അങ്ങനെ കുറേ ഷേപ്പൊക്കെ അതിലിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളതൊക്കെ കണ്ടു. ഫ്രൂട്ട് സാലഡൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ്.
അവിടെ വെച്ച് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന 1-2 പേരൊക്കെ വന്ന് മിണ്ടി. പിന്നെ ചിലരൊക്കെ സംശയത്തോടെ നോക്കി. അങ്ങനെ ഇവിടെ നിന്നപ്പോഴത്തേക്ക് നമ്മുടെ കൊല്ലത്തുള്ള ഒരു ചേച്ചി വന്ന് "അമ്മക്കിളിയല്ലേ" എന്ന് ചോദിച്ചു. യൂട്യൂബിൽ വീഡിയോ എല്ലാം കാണാറുണ്ടെന്ന് പറഞ്ഞു. കുറേ സ്നേഹത്തോടെ എന്നോട് മിണ്ടിയിട്ടൊക്കെ പോയി. ചേച്ചിയുടെ അനിയത്തി ഉണ്ടായിരുന്നു. ആ ചേച്ചിക്ക് ഞങ്ങളെ പരിചയപ്പെടുത്തിയൊക്കെ കൊടുത്തു. അപ്പോൾ അതൊക്കെ വലിയ സന്തോഷം തന്നെ അല്ലേ. അവിടെ ആ ഫ്രൂട്ട്സിൻ്റെ ഡെക്കറേഷനിൽ നിന്നൊക്കെ ഓരോരുത്തർ വന്ന് ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നുണ്ട്. ചിലരെടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ മോനിക്കുട്ടനും ഓറഞ്ച് കിട്ടിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചി വന്ന് കുറേ പെറുക്കി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അത് കണ്ട് ആ ബെന്നിൻ്റെ പോക്കറ്റിലിട്ട് പസ്സിലൊരു കങ്കാരുവിൻ്റെ കൂട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചിയുടെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. നമ്മൾ പള്ളിയിലോട്ട് വന്നതാണ്. മാക്കാങ്കുന്ന് പള്ളി എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. സെൻറ്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് കത്തീഡ്രലാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള പള്ളിയാണിത്. ഈ പള്ളിയുടെ കൂദാശയുടെ സമയത്തൊക്കെ പത്തനംതിട്ട ജില്ലയിൽ ഇത് കാണാൻ ആരും ഉണ്ടാവില്ല. ബാക്കി അതുപോലെ ജനപ്രവാഹമായിരുന്നു. ഇതിനകത്തെ ആർട്ട് വർക്കുകളും ഇതിൻ്റെ ലൈറ്റിങ്ങും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വന്നതാണ്. ഞാനൊഴിച്ച് ഈ നാട്ടുകാർ മുഴുവൻ അത് കാണാൻ പോയതാണ്. എനിക്ക് എന്താണെന്നറിയത്തില്ല. നമുക്ക് നിയോഗമില്ലായിരുന്നു അന്നൊന്നും പോകാൻ. മുത്തക്ക സ്കൂളിൽ നിന്ന് കുട്ടികൾ അങ്ങനെ ഗ്രൂപ്പായിട്ട് പോയി കണ്ട ഒരു പള്ളിയാണിത്. കൂദാശയൊക്കെ കഴിഞ്ഞപ്പം ക്രിസ്തുമസിനോടനുബന്ധിച്ചുള്ള ഇവിടുത്തെ ലൈറ്റിങ്ങിൻ്റെയൊക്കെ വീഡിയോസ് വന്നപ്പോൾ പോലും എനിക്കൊന്നും വരാൻ പറ്റിയില്ല. ദൈവം എന്നെ ഇന്നാണ് ഇവിടേക്ക് എത്തിച്ചതെന്ന് വേണം പറയാൻ. അപ്പം ഞങ്ങൾ ഈ ലൈറ്റിങ്ങും ഈ സ്നോമാനും ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ നടന്ന് കണ്ടു. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ ഇപ്പോഴും ആൾക്കാരൊക്കെ അവിടെ എത്തുന്നുണ്ട്. ഞങ്ങളും കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ശരിക്കും പറഞ്ഞാൽ പോരണമെന്നേ ഇല്ലായിരുന്നു. അത്രയും സന്തോഷം തന്ന കാഴ്ചകളായിരുന്നു ഇതൊക്കെ. ഞാനിതൊന്നും ഇങ്ങനെയൊന്നും അടുത്തൊന്നും കണ്ടിട്ടില്ല. വീഡിയോസിലൊക്കെ ഇതൊക്കെ കണ്ടിട്ടുള്ളതല്ലാതെ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പം വല്ലാതെ മനസ്സ് നിറഞ്ഞു എന്ന് വേണം പറയാൻ. മോനിക്കുട്ടൻ അവിടെയൊക്കെ ഓടി നടന്നങ്ങ് കാണുമായിരുന്നു. അപ്പം ഞങ്ങളിതൊക്കെ കണ്ടിട്ട് പള്ളിക്കകത്തൊന്ന് കയറി പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പള്ളിക്കകത്തുള്ള ആർട്ട് വർക്കുകളും ഗ്ലാസ് വർക്കുകളും ഒക്കെ ഒന്ന് കണ്ടാൽ ഉണ്ടല്ലോ നമുക്ക് കൊതി തീരത്തില്ല. അതൊക്കെ എത്ര പറഞ്ഞാലും അതിൻ്റെ ഒരു ഭംഗി നമുക്ക് വാക്കുകളിലൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അത് കണ്ട് തന്നെ ആവണം. ഈ കത്തീഡ്രൽ ദേവാലയം പണിയുന്നതിന് മുമ്പുള്ള പള്ളി മുതലേ നമുക്ക് പരിചയമുള്ളതാണ്. കാരണം ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ മാക്കാങ്കുന്നുപള്ളി കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ ദിവസങ്ങളായിരുന്നു. ആ കൺവെൻഷൻ ആകുമ്പോഴത്തേക്ക് ഞങ്ങളെ കൊണ്ടുവരും ഇങ്ങോട്ട്. പപ്പയും അമ്മയും മാമിയും മാമനും ഞങ്ങളെല്ലാവരും കൂടി നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ അന്ന് താമസിക്കുന്നിടത്തു നിന്ന്. അന്നും ഇന്നും കൺവെൻഷൻ തുടങ്ങിയാൽ ഇവിടെ ഒരുപാട് വെച്ച് വാണിഭക്കാർ വരും. അവിടെ ചെന്ന് കുറേ കളിപ്പാട്ടങ്ങളും വളയും മാലയും മത്തങ്ങ ബലൂണും കപ്പലണ്ടിയും എല്ലാം വാങ്ങി കൂട്ടിക്കൊണ്ടായിരിക്കും തിരിച്ചു പോകുന്നത്. വലുതായി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത കുറേ നഷ്ടങ്ങളുടെ കൂട്ടത്തിൽ അതൊക്കെ ഉണ്ട്. പിന്നെ പള്ളിക്കകത്ത് കയറി ഒന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചു. എന്താ അന്തരീക്ഷം എന്നറിയാമോ. അകത്തെ ഒരുപാട് വർക്കുകളുടെ കാര്യം ഞാൻ പറഞ്ഞില്ല. അതൊന്നും വീഡിയോ എടുക്കാൻ നമുക്ക് അനുവാദം വാങ്ങണം. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചിറങ്ങി. ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ കൊച്ചോൾക്ക് പോകാനൊരു ഓട്ടോ വിളിച്ചിട്ടുണ്ട്. അത് വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് അവളെ കയറ്റി വിട്ടിട്ട് വേണം എനിക്ക് മോനുകുട്ടനും അങ്ങോട്ട് പോകാൻ. റാസ ഇറങ്ങാറായി എന്ന് പറഞ്ഞിട്ട് കുക്കു വിളിച്ചിട്ടുണ്ടായിരുന്നേ. അവരവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ വന്ന് ഈ കുരിശടിയിൽ ഇങ്ങനെ ഇരുന്ന് ഞാനും മോനുകുട്ടനോട് വന്ന് വണ്ടി ഒന്ന് ഒതുക്കി വെച്ചപ്പോഴത്തേക്ക് റാസ ഇങ്ങെത്തി. നമുക്ക് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊരു വിഷമമായിരുന്നു. പക്ഷേ കണ്ടു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം റാസ കണ്ടാലോ.
ഇതിന് തൊട്ട് താഴെയാണ് കടമ്മനിട്ട ദേവീക്ഷേത്രം. അതിൻ്റെ വഞ്ചിയുടെ അവിടെ വെച്ച് റാസയ്ക്കുള്ള സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. നിറപറയും നിലവിളക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഒപ്പം വള്ളപ്പാട്ടും. എന്താ രസമെന്നറിയാവോ? നമുക്കത് കേൾക്കാമേ. മാമിയും ജാനിക്കുട്ടിയൂടെ പോയപ്പോഴത്തേക്ക് മോനുകുട്ടനും പള്ളിയിൽ ഈ ആകാശദീപ കാഴ്ചയൊക്കെ ഉണ്ട്, അത് കാണണമെന്ന് നമുക്ക് പറഞ്ഞു. എനിക്ക് വയ്യായിരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങ് പോകാമെന്ന്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങ് വന്നേ. ഞാൻ എന്തോ എൻജോയ് ചെയ്യണുണ്ടായിരിക്കും അവിടെ പോയി. എപ്പോഴാണ് പെരുന്നാൾ? അടുത്ത ആഴ്ച കൊടി കയറുവാന്ന് പറഞ്ഞില്ലേ പള്ളി പെരുന്നാൾ? അടുത്ത ആഴ്ച എന്ന് വെച്ചാൽ ഫെബ്രുവരി. ഓ, ഈ ഞായറോ? പള്ളിയിലായോണ്ട് കാണുന്നത് അല്ലേ? ഈ പള്ളി നമ്മുടെ അടുത്താ, കുറച്ച് ദൂരം പോയാലേ. സൂപ്പർ. അടിപൊളി അടിപൊളി. മോനിക്കുട്ടി അങ്ങോട്ട് നോക്കണം. അയ്യോ അങ്ങോട്ട് നോക്കടാ. തണുക്കുന്നുണ്ട്. ഓ അങ്ങോട്ട് വരുന്നു. ഡ്രോൺ എടുക്കാനില്ലേ? ഡ്രോൺ ഉണ്ട്. ഇങ്ങനെ കേൾക്കുന്ന എനിക്ക് സന്തോഷം കൊണ്ട് തുള്ളി ചാടാൻ തോന്നി. സൂപ്പറായിട്ടുണ്ട് സൂപ്പർ. എനിക്ക് അറ്റാക്ക് വല്ലതും വരുമോ മോനും സന്തോഷം കൊണ്ട്? അതുകൊണ്ട് നീ അങ്ങോട്ട് നോക്കി നിൽക്കടാ, അങ്ങോട്ട് നോക്കടാ. അടിപൊളി.
വന്ന് കല്യാണം കൂടി എന്ന് പറയാൻ പറ്റത്തില്ല, കല്യാണ ഫംഗ്ഷനിൽ പങ്കെടുത്തു. പിന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് ആ പള്ളി ഒന്ന് കാണണമെന്നുള്ളത്. ആ പള്ളിയുടെ കൂതാശയുടെ അന്നൊക്കെ എല്ലാവരും, ഈ നാടടങ്കം എല്ലാവരും പോയി, ജാതി മതം ഒന്നും നോക്കാതെ എല്ലാവരും പോയി കണ്ട പള്ളിയാണത് കേട്ടോ. നമ്മുടെ പത്തനംതിട്ടയുടെ ഒരു തിലകക്കുറി എന്ന് വേണമെങ്കിൽ പറയാം, അത്ര ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയാണ്. അപ്പം പണ്ട് എൻ്റെ പപ്പയുള്ള സമയത്ത് ഞങ്ങൾ കുഞ്ഞു വാവകളായിട്ടിരുന്നപ്പോൾ ഞങ്ങളെ കൊണ്ട് പോയിക്കൊണ്ടിരുന്ന പള്ളിയാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ ഇങ്ങോട്ട് മാറി, ഇല്ല എന്താ പറയുന്നത്, നമ്മൾ ഇങ്ങനെ ഓട്ടപ്പാച്ചിലായിരുന്നല്ലോ, ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലോട്ട് ഇങ്ങനെ വാടക വീടുകൾ മാറി മാറി വന്ന കൂട്ടത്തിൽ നമ്മൾ അവസാനം വന്ന് പെട്ടത് കത്തോലിക്ക പള്ളിയുടെ അടുത്താണ്. അങ്ങനെ നമ്മൾ കത്തോലിക്ക സഭയിലേക്ക് അങ്ങോട്ട് മാറി, അങ്ങനെ പള്ളി കൂടി നടക്കാൻ തുടങ്ങി. കുടുംബമൊക്കെ ഓർത്തഡോക്സിൽ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ കത്തോലിക്ക പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. മുത്ത് +1 +2 പഠിക്കുമ്പോഴായിരുന്നു ഈ പള്ളിയുടെ കൂതാശയം തോന്നുന്നു. അവർ പിള്ളേരെല്ലാവരും കൂടെ പള്ളി കാണാനൊക്കെ പോയി. അമ്മ പോയി കാണാൻ കാഴ്ച തന്നെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ഇതുവരെ ഇത്രയും മുറ്റത്തുണ്ടായിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല പ്രിയങ്ങളെ. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പള്ളിക്കകത്ത് കയറി പ്രാർത്ഥിച്ചു. പിന്നെ അവിടുത്തെ ഡെക്കറേഷൻസിൻ്റെ ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ. ഭയങ്കര വരളിയായിരുന്നു ആ വീഡിയോസിൻ്റെയൊക്കെ. അപ്പം സ്നോമാനും നല്ല രസമുള്ള ക്രിസ്മസ് ട്രീയും എന്തുവാ പുൽക്കൂടും ഒക്കെ നല്ല അടിപൊളിയായിട്ട്. പുൽക്കൂടാണ്, പിന്നെ നീ എന്തോ അവിടെ പോയി നോക്കിയത്, അതിനകത്തെല്ലാം കയറി നടന്നിട്ട് വന്നേ. അപ്പം അതെല്ലാം കാണാൻ പറ്റി, സന്തോഷമായിട്ട് ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റി, ചേച്ചിയെ കാണാനും മിണ്ടാനും ഒക്കെ പറ്റി. ഒത്തിരി സന്തോഷം. മോനുകുട്ടന് കുറേ ഓറഞ്ച് കിട്ടി, ഡെക്കറേഷൻ വെച്ചിരുന്ന ഓറഞ്ച് അടിച്ചു മാറ്റിക്കൊണ്ട് പോരുന്നു. ഒരുപാട് പേര് വന്ന് അത് എടുത്തിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ചേച്ചി വന്ന് കുറെ പെറുക്കി അങ്ങ് കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട്. അപ്പം അത് കഴിഞ്ഞ് വന്നപ്പോൾ ദൈവം അനുവദിച്ച് നമ്മളെ ദൈവം കാത്ത് പരിപാലിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു തെളിവാണ്. ഞങ്ങൾ വന്ന് ഒരു 2 മിനിറ്റിന് ശേഷമാണ് റാസ വന്നത്. ഞങ്ങൾ റാസ കാണാൻ കൊതിച്ചിരിക്കുമായിരുന്നു. ഇന്ന് നമുക്ക് ഈ ഫംഗ്ഷന് പോകേണ്ടതുകൊണ്ട് റാസ കാണാൻ പറ്റത്തില്ല എന്നുള്ളത് മനസ്സിലൊരു വിഷമം പോലെ കിടക്കുമായിരുന്നു. പക്ഷേ ദൈവം നമുക്കായിട്ട് അതങ്ങനെ കാത്തു വെച്ചിരുന്നു. നമ്മൾ വന്ന സമയത്ത് റാസ വന്നു, അതെല്ലാം കണ്ടു. പിന്നെ ഇപ്പം അതിൻ്റെ കലാശക്കൊട്ടായിരുന്നു അവിടെ, ആകാശദീപ കാഴ്ച. മാമിയും കൂക്കും ഒക്കെ അത് മാമിയും ജാനിക്കുട്ടിയും കൂടെ അത് കാണാൻ പോയിട്ടുണ്ട്. കുഞ്ഞോനും കൂക്കും ഇനി പോരുന്നു. അടുത്ത ഞായറാഴ്ചയാണ് നമ്മുടെ പള്ളിയിലെ പെരുന്നാളിന് കൊടിയേറുന്നത്. അപ്പോൾ നമുക്ക് ഈ ആകാശക്കാഴ്ചയൊക്കെ കാണാൻ പള്ളിമുറ്റത്ത് പോയി നിൽക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം വളരെ സന്തോഷകരമായിട്ട് ദൈവം നടത്തി, അതാണ് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ ഞാനതങ്ങനെ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അവസ്ഥയിലോട്ട് നമ്മളെ തള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണ് പല സാഹചര്യങ്ങളും. എന്നാൽ പോലും ഞാൻ ഇത്രയും സന്തോഷിക്കുന്നത് എന്താണ്, എത്രയും ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നത് എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പ്രിയങ്ങളെ. അത്രയും ഹാപ്പിനെസ് എൻ്റെ മനസ്സിലുണ്ട്. അത്ര എനിക്ക് ഭയങ്കര മനസ്സിന് വല്ലാത്ത സന്തോഷം തുളുമ്പി നിൽക്കുവാണ്. ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യം പറഞ്ഞാൽ നിങ്ങൾ എന്നെ തല്ലിക്കൊല്ലും. ഇതൊക്കെ ഉണ്ടായിട്ടാണോ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത്, വട്ടാണോ എന്ന് ചോദിക്കും. അതുകൊണ്ട് ദൈവം എന്നെ അതിന് വഴിയൊരുക്കുന്നതിനായിട്ട് എനിക്ക് ദൈവമേ എത്ര നന്ദി പറഞ്ഞാലും തീരൂല. മനുഷ്യർക്ക് തളർത്താൻ പറ്റും, പക്ഷെ ദൈവം വിചാരിക്കണം തളരണമെന്നുണ്ടെങ്കിൽ ദൈവം എന്നെ ഉപേക്ഷിക്കില്ല എന്ന് എനിക്ക് 100-150% ഉറപ്പാണ്. കാരണം ഞാൻ ഒരാളെയും ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടില്ല. എന്താ പറയുന്നത്, എന്നെ വേദനിപ്പിച്ചവരോടൊന്നും ഞാൻ തിരിച്ച് അതേ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല. പിന്നെ സാധാരണ ഒരു മനുഷ്യ സ്ത്രീ എന്ന നിലയിൽ ചില ഭാവപ്രകടനങ്ങളൊക്കെ എന്നിൽ നിന്നുണ്ടായിട്ടുണ്ടാവാം, ചില തിരിച്ചു പറച്ചിലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഗതികെട്ട സമയത്ത്. അതിനപ്പുറം ഞാൻ ഇന്ന് വരെ ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല. പിന്നെ എൻ്റെ ഹൃദയം മുറിക്കുന്ന വാക്കുകൾ അവരുടെ വായിൽ നിന്നൊക്കെ വർഷങ്ങളോളം ഞാൻ കേട്ടതിന് ശേഷവും ഞാൻ അത്രയൊന്നും ഭീകരമായിട്ട് അവരോട് ആരോടും പെരുമാറിയിട്ടില്ല, ഇനി ഒരിക്കലും പെരുമാറാനും പോകുന്നില്ല. അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ, എൻ്റെ പപ്പ അത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു. അതിനെയും എവിടെ വേണമെങ്കിലും ഞാൻ വിളിച്ചു പറയും. എന്താ പറയുക, ഒരു ക്രിസ്ത്യാനിയാണ്, അല്ലെങ്കിൽ ഈ ക്ഷമിക്കുന്നവരാണ് ക്രിസ്ത്യാനികളെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെ അല്ലാത്ത മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്രയും ഞാൻ പറഞ്ഞതിൻ്റെ കാരണം നിങ്ങൾക്ക് പുറകാലെ മനസ്സിലാവും.
നിങ്ങളും അപ്പോൾ എന്നോട് ചോദ്യങ്ങളുമായിട്ട് വരും, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം നിറയെ സ്നേഹം. ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി ഞങ്ങൾ കിടന്നുറങ്ങാൻ പോവാണ് പ്രിയങ്ങളെ. അത്രയും മനസ്സിന് സന്തോഷമുണ്ട്. എനിക്ക് പള്ളിയിൽ പോയി ഞാൻ സകല ഭാരം ഇറക്കി വെച്ചിട്ടാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ദൈവം എനിക്ക് സമാധാനം, ദൈവത്തിൻ്റെ സമാധാനം തന്നിട്ടുണ്ട് കേട്ടോ. മനുഷ്യർക്ക് സമാധാനം തരാൻ ഇത്രയൊന്നും പറ്റില്ല. അതുകൊണ്ട് നാളെ കാണാൻ പറ്റും. ബൈ ബൈ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.